പ്രിയമുള്ളവർ, ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു കുട്ടി ജനിക്കുക എന്നുള്ളത് ഒരുപാട് പ്രാർത്ഥനകളുടെ ഒരു അകമ്പടി വേണ്ട ഒന്നാണ്. കാരണം ഇസ്ലാമിൽ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ റബ്ബിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. പക്ഷെ അവർ പോലും അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബി ഹബലി മിനസ് സ്വാലിഹീൻ, അള്ളാഹുവെ സ്വാലിഹായ സന്താനത്തെ നൽകണേ അല്ലാ. റബ്ബി ഹബലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, ഒരു നല്ല സന്താനത്തെ നൽകണേ അല്ലാ. നമ്മൾ പലപ്പോഴും ആൺകുട്ടിക്കും പെൺകുട്ടിക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളാണ്, അല്ലേ? ആൺകുട്ടി, ചില ആളുകളൊക്കെ പറയും പെൺകുട്ടി ജനിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിച്ചിട്ടൊന്നല്ല. അപ്പം എനിക്ക് അൽഹംദുലില്ലാ എൻ്റെ മൂത്തതൊരു മോളാണ്. പെരുമ്പലാവ് അൻസാർ ഹോസ്പിറ്റലിൽ വൈഫിൻ്റെ പ്രസവം കഴിഞ്ഞ് ഞങ്ങളുടെ റൂം ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. ഞാനെന്തൊരു ആവശ്യത്തിന് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ എൻ്റെ നാട്ടുകാരിയായ ഒരു വല്യമ്മ താഴെ, അപ്പം എന്നോട് ചോദിച്ചെന്താ മോനെ ഇവിടെ? ഞാൻ പറഞ്ഞ വൈഫ് പ്രസവിച്ചതാണ്. എന്താ കുട്ടി? പെൺകുട്ടിയാണ്. സാറില്ല, അല്ല തരണതല്ലേ. എന്തോ ഒരു അപകടം സംഭവിച്ചതുപോലെ നമ്മളോട് സംസാരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ നോക്ക്. ആകെ മറിയം ബീവിയുടെ ജന്മവുമായി ബന്ധപ്പെട്ടിട്ടാണ്. കാരണം ജനിക്കുന്ന കുഞ്ഞിനെ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി നൽകാം എന്ന് നിയ്യത്താക്കിയ ഒരു കുട്ടി നേർച്ചയാക്കിയപ്പോൾ ആ കുട്ടി ജനിച്ചത് ഒരു പെൺകുട്ടിയായല്ലോ എന്നൊരു പരിഭവം പറഞ്ഞു എന്നല്ലാതെ ഇസ്ലാമിൽ ആൺകുട്ടി വേണമെന്നോ പെൺകുട്ടി വേണമെന്നോ പറഞ്ഞില്ല. അള്ളാഹിനോട് പ്രാർത്ഥിക്കാനുള്ളത് റബ്ബി ഹബലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാ. റബ്ബി ഹബലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, ഒരു നല്ല സന്താനത്തെ നൽകണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന, നാളെ ഖബറിൽ ചെന്നാൽ നമുക്ക് പ്രതിഫലം നൽകാൻ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു, അതിനെ ആഗ്രഹിച്ചിട്ട് വേണം അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കാൻ, നമ്മൾ ദുആ ചെയ്യാൻ. ഇനി മാത്രമല്ല, നമുക്ക് കിട്ടുന്ന മക്കൾ ഉപകാരപ്പെടണമെങ്കിൽ അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്ത കുറേ നടപടികളും ആചാരങ്ങളും ചെയ്തിട്ട് അവസാനം ബറക്കത്ത് തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോൾ പ്രവാചക ചര്യയിൽപ്പെട്ടതാണ് ഒരാൾക്കൊരു സന്താനമുണ്ടായി എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. അത് പ്രവാചകന്റെ ചര്യയാണ്. മഹാനായ അബൂ മൂസ റളിയല്ലാഹു അൻഹു എനിക്കൊരു കുഞ്ഞ് ജനിച്ചു എന്ന് പറഞ്ഞ് പ്രവാചകന്റെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു എന്നാണ്. നമ്മളൊക്കെ സാധാരണ അതിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ബാറക്കല്ലാഹു ഫിൽ മൗഹൂബ്, അള്ളാഹു താങ്കൾക്ക് നൽകിയ ഈ സമ്മാനത്തിൽ, ഈ സന്തതിയിൽ അള്ളാഹു താങ്കൾക്ക് ബറക്കത്ത് നൽകട്ടെ എന്ന് ദുആ ചെയ്യുക. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും ബറക്കത്താണ്. പക്ഷെ അള്ളാഹുവിന്റെ പൊരുത്തമില്ലാത്ത പ്രവർത്തികളൊക്കെ ചെയ്തിട്ട് അതിൽ ബറക്കത്ത് തരണേ എന്ന് ചോദിക്കുമ്പോൾ ബറക്കത്ത് തരേണ്ടുന്നവൻ അള്ളാഹുവല്ലേ?